ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുട്വെയർ ബ്രാൻഡായ VKC ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ വ്യവസായിയുമായ VKC റസാഖാണ് ഇന്ന് കേരള പച്ചയിൽ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത്. പ്രൊഫഷണൽ സമീപനവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് ആശയവും കേരളത്തിൽ വിജയിപ്പിച്ചെടുക്കാനാകുമെന്നതിൻ്റെ എക്സലൻറ്റ് എക്സാമ്പിളാണ് നമ്മുടെ VKC ഗ്രൂപ്പ്. റസാഖ് സാർ, വെൽക്കം ടു കേരള പച്ച. താങ്ക് യു. നമസ്കാരം. വ്യവസായവുമായി ബന്ധപ്പെട്ട ഏത് ചർച്ച എടുക്കുമ്പോഴും പൊതുവിൽ ഉയർന്നു വരാറുള്ള ഒരു കാര്യമാണ് കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല, ഇവിടെ വ്യവസായത്തിന് അനുകൂലമല്ല കാര്യങ്ങൾ എന്നൊക്കെയുള്ളത്. അതിൽ തൊഴിലാളികളുടെ സമരങ്ങളും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും ഒക്കെ അതിൽ നെഗറ്റീവായിട്ട് പറയാറുണ്ട്. അതേസമയത്ത് അധികമാരും കൈവെക്കാത്തൊരു മേഖലയിൽ ബിസിനസ് ആരംഭിക്കുകയും കേരളത്തിൻ്റെ ഐക്കണായി ആ ബ്രാൻഡിനെ വളർത്തിയെടുക്കുകയും ചെയ്ത ഒരു വ്യവസായി എന്ന നിലയിൽ ഈ കാര്യങ്ങളെ എങ്ങനെയാണ് റസാഖ് സാർ നോക്കിക്കാണുന്നത്? കേരളം നമ്മൾ വ്യവസായ അനുകൂലമല്ല എന്ന് പൊതുവേ എന്താ പറയുക ഒരു ജനറൽ നെറേറ്റീവാണ്. അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു എന്താ പറയുക ഒരു സാധനമാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇതുണ്ട് നമ്മൾ ഡീറ്റെയിലേക്ക് പോയിട്ട് നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ജനറേഷൻ എൻ്റർപ്രണർ, അതായത് ഫാദറാണ് ഈ ബിസിനസ് തുടങ്ങിയത്. നമ്മളതിനെ സ്കെയിലപ്പ് ചെയ്ത് രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മളെ. പക്ഷേ ഞാൻ ആ തുടക്കം മുതൽ തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എന്താ പറയുക എല്ലാ പൾസും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഈ എന്തുകൊണ്ട് ആ നെറേറ്റീവ് വന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ മാതിരി മുൻകാലങ്ങളിൽ നമുക്കറിയാം രണ്ട് ഭാഗവും, അതായത് അന്ന് ട്രേഡ് യൂണിയൻ ശക്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ ആ ഒരു കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആവശ്യം അന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറേ കാലം കഴിഞ്ഞ് ആ പിക്ചർ തന്നെ ടോട്ടൽ മാറി നമ്മൾ ഒരു കേരളം വലിയ ഒരു മാറ്റം നമ്മൾ കണ്ട് ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അതിൽ തന്നെ നമ്മളിപ്പം ഈ ഒരു ചേഞ്ച് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം ഈ ടെക്നോ പാർക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ IT മേഖലകളൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് തന്നെ പൊതുവിലുള്ള ആ ഒരു ചേഞ്ച് വന്നു തുടങ്ങി. പക്ഷേ ഇപ്പം ഈ റീസെൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ജമ്പാണ് ഈ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള ആ ഒരു ഇതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കാലത്ത് ഞാൻ വ്യവസായ സംഘടനകളുമായിട്ട് പല സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് എല്ലാ മന്ത്രിമാരുമായിട്ട് കാണാനും എല്ലാവരും നമ്മളെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഉണ്ടാവുന്ന ഒരാൾ കൂടി എന്നുള്ള നിലക്ക് നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് പറ്റുമോ ഇല്ലേ എന്നെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴി നോക്കാം എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് നമ്മളൊരു 2-3 മിനിറ്റ് അല്ല 5 മിനിറ്റ് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് എന്താണോ നമ്മുടെ ആവശ്യം, നമ്മൾ സ്ഥാപനം തുടങ്ങാൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫീഡ് ചെയ്ത് ഒരു അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യവസായം തുടങ്ങാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതൊരു ബോധപൂർവമായിട്ടുള്ള മാറ്റത്തിന് ശ്രമിച്ചതിന്റെ ഫലമായിട്ട് വന്ന, അല്ലാണ്ട് ഒരു പൊട്ടിമുളച്ച് വന്ന ഒരു സാധനമല്ല. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ചേഞ്ച് തുടങ്ങുന്നത് 2016 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ നമ്മൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 17ാമത്തെ 18ാമത്തെ സ്ഥാനത്തായിരുന്നു. പിന്നെ നമ്മൾ താഴോട്ട് പോയി 2019-20 സമയത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനത്തെ, അതായത് പട്ടികയിൽ ഏറ്റവും ലാസ്റ്റ്, നമ്മുടെ പിറകിൽ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായത്. അത് 2-3 കാരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ 2016 നമ്മളെ പുതിയ മന്ത്രിസഭാ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യവസായികളെ കാണുന്ന, അതായത് എല്ലാ ജില്ലകളിലും ഈ വ്യവസായ സംഗമം സംഘടിപ്പിച്ചു, ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു, ഒരുപാട് ഇൻപുട്ടുകൾ എടുത്തു. അപ്പോൾ അന്നൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മളൊരു മാസത്തിനുള്ളിൽ നമുക്ക് വിവരം കിട്ടുന്ന ഒരു സംവിധാനം വേണമെന്നായിരുന്നു നമ്മൾ അന്ന് മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞിരുന്നത്.
പക്ഷെ ഇതിന്റെ ഒരു പോളിസി ഒരു 2019 ആയപ്പോൾ ഇതിന്റെ ഫസ്റ്റ് കട്ട് പോളിസി വന്നപ്പോൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലേക്ക്, അതായത് K-Swift എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആദ്യം കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങൾ വന്ന് അതിന്റെ ഒരു ഫുൾ ഫോമിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ പൊല്യൂഷൻ ഇല്ലാത്ത യൂണിറ്റ് ആണോ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 50 കോടിയിൽ താഴെയാണോ, അതിനെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുവാദം വേണ്ട, നിങ്ങൾ വ്യവസായം തുടങ്ങി 3.5 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാ ലൈസൻസും ശരിയാക്കിയാൽ മതി. ആ ലൈസൻസ് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സിംഗിൾ വിൻഡോ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിഡ്രസൽ ഫോറങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ മുഴുവൻ കൊണ്ടുവന്ന് വലിയൊരു മാറ്റമാണ് കഴിഞ്ഞ ഒരു പീരീഡിൽ വന്നത്. ഇപ്പം നമ്മൾ 2016 തുടങ്ങി ഇതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം നമുക്കറിയാം ആ സമയത്ത് നമ്മൾ വലിയ കുറേ ഈ ബാഹ്യമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമുക്ക് വന്നു. ഡിമോണിറ്റൈസേഷൻ വന്നു, GST ഇംപ്ലിമെൻറ്റേഷൻ വന്നു, 2 ഫ്ലഡ് നമുക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇതിൻ്റെ വർക്കും നടക്കുന്നത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കൂടുതൽ ഫോക്കസ് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, എന്താ പറയുക, നമ്മുടെ വെൽഫെയർ കാര്യങ്ങളും കേരളം റീബിൽഡ് ചെയ്യുന്നിടത്തും അല്ലെങ്കിൽ പ്രധാന ഫോക്കസുകൾ വേറെ സ്ഥലത്തായതുകൊണ്ട് ഇതിൽ കുറെ നമ്മൾ പ്രയോറിറ്റികൾ നമ്മൾ അതിന് കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ നമ്മളൊരു ജീവിതത്തിനാണ്, ആളുകളുടെ ജീവിതത്തിനാണ് പരമപ്രാധാന്യം കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഘട്ടത്തിൽ നമ്മളൊന്ന് പുറകോട്ട് പോയി. പക്ഷെ 5 കൊല്ലത്തിനുള്ളിൽ നമ്മൾ 28-ൽ നിന്ന് 3 കൊല്ലം കൊണ്ട് 28-ൽ നിന്ന് 1-ലേക്ക് വന്നു എന്നുള്ളത്. അപ്പൊ 1-ലേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പെരച്ചനടിച്ചു പോയതാണ് എന്നുള്ളൊരു ഭാഷ വർത്താനം. അപ്പം പലരും അത് ധരിച്ചും ചെയ്തു, അത് എന്തോ കിട്ടിപ്പോയതാണ്. പക്ഷെ അത് വീണ്ടും ആവർത്തിച്ചപ്പോൾ തുടർച്ചയായിട്ട് രണ്ടാമതും കിട്ടിയപ്പോൾ അതിൻ്റെ പിക്ചർ മാറി. കാരണം അല്ല, ഇത് ലക്കല്ല, ഇതൊരു ബോധപൂർവമായിട്ട് നമ്മൾ ചെയ്ത മാറ്റങ്ങളുടെ തന്നെ റിസൾട്ടാണ്. കാരണം അതിൽ ഈ റാങ്കിങ് എടുക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യവസായികളിൽ നിന്ന് അല്ല ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് എടുക്കുന്ന ഫീഡ്ബാക്കാണ്. അപ്പൊ ആ ഫീഡ്ബാക്ക് എടുക്കുന്നത് നമ്മൾ പോലും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും വ്യവസായികൾ നല്ല ഫീഡ്ബാക്ക് കൊടുത്തതുകൊണ്ടാണ് ഈ റാങ്കിങ്ങിൽ മേലെ വന്നിട്ടുള്ളത് എന്നുള്ളത് പറയുമ്പോഴാണ് അതിന്റെ ആ പൂർണ്ണത. അതായത് അത് നമ്മളൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാറ്റിയത് കൊണ്ടാണ് നമുക്ക് ഈ 1-ാം സ്ഥാനം കിട്ടിയത്. അത് എല്ലാവരും അക്നോളജ് ചെയ്തു എന്നുള്ളതും കൂടി അതിന്റെ ഭാഗമായിട്ട് കാണേണ്ടതാണ്. അതെ. അപ്പം ഈ മാറ്റങ്ങളിൽ പ്രധാനമായിട്ടും ഇപ്പം സർക്കാരിന്റെ പോളിസി മാറുന്നു, അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സർക്കാരിന്റെ പോളിസി മാറുമ്പോഴും പ്രധാന പ്രതിസന്ധിയായിട്ടുണ്ടാവുക പഴയ രീതിയിൽ അങ്ങ് രൂപപ്പെട്ടു പോയ ഉദ്യോഗസ്ഥരുടെ അടുത്തു നിന്നുള്ള സമീപനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഉദ്യോഗസ്ഥ തലത്തിലാണ് ഉണ്ടായിരുന്നത്, ഏതൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ശരിയാണ്. കാരണം നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മൾ ഇറക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ നമ്മളത് പല രൂപത്തിൽ പല ആളും ഇപ്പം നമ്മൾ 2 ഓഫീസിൽ ചെന്ന 2 രൂപത്തിലാണ് അതിനെ നമ്മൾ ഈ എന്താ പറയുക ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ ഈ വലിയ നമ്മൾ ഈ നിയമങ്ങൾ വന്നതോട് കൂടിയിട്ട് അതിൽ ഈ ഇന്റർപ്രിട്ടേഷനുള്ള പോസിബിലിറ്റീസ് അവിടെ കുറഞ്ഞു. അത് മാത്രമല്ല, മേലെ ഘടകത്തിലും, അതായത് നമ്മുടെ എന്താ പറയുക മന്ത്രിസഭാ തലത്തിലും അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തലത്തിലും അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്തിലും ഇതിൻ്റെ വലിയൊരു ചേഞ്ച്, അതായത് ഇത് വേണം എന്നുള്ള ഒരു രൂപത്തിലുള്ള പ്രവർത്തനം അതിലേക്ക് വന്നു. അതായത് ഉദ്യോഗസ്ഥന്മാർ മുഴുവനും അതിലേക്ക് അലൈൻ ചെയ്തു. അപ്പൊ ആ ഒരു അലൈൻമെന്റ് ആണ് ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിൽ വലിയ മാറ്റം കൊണ്ടുവന്നത്. അപ്പം സാധാരണഗതിയിൽ വ്യവസായ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് വലിയ ജോലിയൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വല്ല സബ്സിഡി കാര്യങ്ങൾ വരിക അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ അത് പാസ്സാക്കുക, അങ്ങനെ ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ എന്തെങ്കിലും വരുമ്പോൾ അവരതിൽ നിന്ന് മാറി വ്യവസായം കൊണ്ടുവരല് അവരെയും കൂടെ പണിയാണ് എന്നുള്ള നിലക്ക് ഒരു എന്താ പറയാ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോൾവ്മെന്റും അവരതിലേക്ക് എന്താ പറയാ അതിലേക്ക് ചുമതലപ്പെടുത്തി. അതായത് നേരത്തെ അവർ വരുന്ന പേപ്പറുകൾ കൈകാര്യം ചെയ്യാന്നുള്ളതിന് മാറി വ്യവസായം കൊണ്ടുവരല് അവരെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന നിലയിലേക്ക് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മാറ്റം മേലെ മുതൽ താഴെ വരെ വന്നു. നമുക്ക് ചില ഏരിയകളിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടത് താഴെ തട്ടിലാണ്. താഴെ തട്ടിലുള്ള മാറ്റങ്ങൾ അതൊരു എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ. കാരണം നമുക്കറിയാലോ ഇത് ഈ ഒരു രംഗത്ത് മാത്രമല്ല, എപ്പോഴും താഴെ തട്ടിൽ ഉള്ള സ്ഥലങ്ങളിൽ അതിന് ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് മാറി വരാൻ കുറച്ചും കൂടെ സമയം എടുത്തു കഴിഞ്ഞാൽ അതും മാറി വരും എന്നുള്ളതാണ് കാണേണ്ടത്. കാരണം നമ്മുടെ ഇപ്പോൾ പുതിയ നിയമത്തിനനുസരിച്ചിട്ട്
പുതിയ നിയമത്തിൽ ഒരു നിയമം പറയുന്നത് നമ്മളൊരു തീരുമാനം, ഒരു റെഡ്രസൽ ബോർഡ് ഒരു തീരുമാനം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കണം എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് അത് പൂർത്തീകരിക്കാത്ത ഓഫീസർക്ക് ഫൈൻ ഇടുന്ന ഒരു നിയമം കൂടെ നമ്മൾ പാസ്സാക്കി. അപ്പോൾ അതൊരു എന്താ പറയുക, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്തൊരു സാധനമാണ്. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യങ്ങൾ ചെയ്തില്ല, ഇപ്പൊ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്കും ഉത്തരവാദിത്തം വന്നു, ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടില്ലെങ്കിൽ ഫൈൻ വരും എന്നായ സമയത്ത് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ സ്പീഡിൽ പോകാനുള്ള ഒന്നും കൂടി എന്താ പറയുക, നമ്മൾ ഈ പോണ പോക്കിൽ ഒരു തള്ളു എന്ന് പറയുന്ന പോലെ അതിനൊന്നും കൂടെ സ്പീഡ് കൂട്ടി. ആ ഒരു വലിയ മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഴിമതിയുടെ കാര്യം സാറ് വീഡിയോയിൽ പറയുന്ന ഒരിക്കൽ കേട്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, എന്നാൽ കേരളത്തിൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു അവസ്ഥയും പറയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഈ ഒരു അഭിപ്രായം പറയുന്നത്, ഞാനിപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളാണ്, ഞാൻ മാത്രമല്ല പറയുന്നത്. ഇപ്പം ഞാൻ വിവിധ സംഘടനകളുടെ ഇൻഡസ്ട്രി അസോസിയേഷൻ്റെ ഭാഗമായിട്ട് പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരിൽ നിന്നും കൂടി കിട്ടുന്ന ഒരു വാർത്തയാണത്. അതായത് കേരളത്തിൽ നമ്മൾ ഇതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹിഡൻ കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റിന് വരുന്ന സമയത്ത് നമ്മളൊരു പ്രോജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന്റെ മേലെ ഹിഡൻ കോസ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേരളത്തിലേക്ക് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് കേരളത്തിലേക്ക് വന്നോളൂ, ഇവിടെ ഹിഡൻ കോസ്റ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക, നമുക്കെല്ലാം തന്നെ അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് നമുക്കത് കൂടുതൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്റ്റേറ്റിനെ പറ്റി കേരളത്തിൽ ഇങ്ങനെ പ്രശ്നമില്ല എന്ന് അവർ പറയുമ്പോഴാണ് നമുക്കത് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്. കാരണം നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അത് വളരെ ക്ലിയർ ആണ്. അതായത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആ ഒരു വിഷയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിഡൻ കോസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് അത് മേലെ തലത്തിലാവട്ടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലാവട്ടെ എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. വളരെ താഴെ തട്ടിൽ എന്താ പറയുക, നമ്മൾ സാധാരണ ഈ ചെല്ലുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നതിൻ്റെ തുലോം എന്താ പറയുക ഇല്ല എന്ന് വേണം പറയാവുന്ന അവസ്ഥയിലാണ് നമ്മളെ കേരളത്തിലേക്ക്. നമുക്കറിയാലോ, ഇപ്പം നമ്മളിപ്പോൾ 100 ആളുണ്ടെങ്കിൽ 100 പേരും എല്ലാം കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. തിരിച്ച് വ്യവസായികളും എല്ലായിടത്തും അതിൽ ഗ്യാപ്പുകൾ ഉണ്ടാവാം. പക്ഷെ അതെന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം കറക്റ്റ് ആകുന്ന സമയത്ത് അവർക്കെല്ലാം കറക്റ്റ് ആയേ പറ്റൂ. കാരണം നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യേണ്ട നിയമത്തിൽ ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട ജോലിയിൽ ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ പോകേണ്ട വഴികളെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ വേറൊരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ മറ്റു വല്ല സംവിധാനത്തിനോ അവിടെ ഗ്യാപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ സിസ്റ്റം വഴി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതോട് കൂടിയിട്ട് വലിയ മാറ്റമാണ്. അപ്പൊ അതിൽ ഒരു കാര്യം കൂടെ എടുത്തു പറയാവുന്നത്, ഒരു സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതുതായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റിന്റെ. അപ്പം നമ്മൾ സാധാരണ ഒരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാനിന് പെർമിറ്റ് കിട്ടുക എന്ന് പറയുന്നത് മിനിമം 6 to 12 മാസം, വലിയ കാലതാമസമാണ്. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്ലാൻ കൊടുത്താൽ ഏകദേശം 60% വിത്തിൻ 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ളത് പെർമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു സംഘടന, നമ്മുടെ ക്രെഡായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഉണ്ട്. അപ്പോൾ അതിലെ ഒരു മെമ്പർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്, നമ്മളിവിടെ ഈ ഒരു സംവിധാനം എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇതിന്റെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ അവരെ ഇപ്പം നമ്മൾ നേരത്തെ പറയുമ്പോൾ നമ്മളിപ്പോൾ മീറ്റിങ്ങിലൊക്കെ പോയിട്ട് നമ്മൾ കൂനിക്കൂടി ഇരിക്കേണ്ട, നമ്മളെ പറ്റി കുറ്റം പറയുന്നതിന് പകരം നമ്മളിപ്പോൾ ഇന്ന് അന്തസ്സോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്കും എത്താൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ സത്യം. അതെ അതെ അതെ, സാറ് പറഞ്ഞതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മാനുഫാക്ചറിങ് സെക്ടറിലും സർവീസ് സെക്ടറും തമ്മിലെടുക്കുമ്പോൾ അവ തമ്മിലുള്ള അന്തരം വലിയതായിട്ടാണ് കാണുന്നത്. ഇതിനെ മറികടക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ മാനുഫാക്ചറിങ് സെക്ടറിൽ പുതിയ സാധ്യതകളുള്ള സംരംഭങ്ങൾ ഏതാണ്, പുതിയ മേഖലകൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ വളരെ കറക്റ്റായിട്ടാണ് ചോദ്യം. അതായത് നമ്മളിനി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ GSDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ നമ്മുടെ മാനുഫാക്ചറിങ്ങിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 13% മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം സർവീസും മറ്റുള്ള, അതായത് അല്ലാത്ത ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നമുക്കെല്ലാവരും നമ്മൾ പറയുന്നതാണ്, എപ്പോഴും പറയുന്നത് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, നമുക്കെല്ലാവരും പറയുന്നതാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ചലഞ്ചസ് ഉണ്ട്. ഒന്ന്, വലിയ യൂണിറ്റുകൾ നമുക്ക് പ്രായോഗികമല്ല. അതായത് വലിയ മാനുഫാക്ചറിങ്, ഇപ്പം 1000 ആള് 2000 ആള് പണിയെടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥല ലഭ്യതകൾ, ഇപ്പം നമ്മുടെ ഒരു ഇൻഡസ്ട്രി പറഞ്ഞാൽ ഇപ്പം തമിഴ്നാട് വലിയ രൂപത്തിൽ ഫുട്വെയറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ 300 ഏക്കറയും 500 ഏക്കറയും ലാണ് ഇവർ ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും സ്ഥലം നമുക്ക് ഇവിടെ കണ്ടെത്താനോ കൊടുക്കാനോ നമുക്ക് സാഹചര്യമില്ല. അത് മാത്രമല്ല, അത്രയും സ്ഥലത്തിന്റെ കോസ്റ്റില് നമ്മളെ ചിലപ്പോൾ മറ്റുള്ള സ്ഥലത്ത് പ്രൊജക്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചില ചലഞ്ചസ് ഉണ്ട്. പക്ഷെ നമുക്ക് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? നമ്മുടെ യൂത്ത്, നമ്മുടെ മാൻ പവർ, നമ്മുടെ ഹ്യൂമൻ ഇൻഡസ്ട്രീസ്, നമ്മുടെ ഹെൽത്ത് സെക്ടർ, നമ്മുടെ കേരളം തന്നെ നമ്മൾ ഏറ്റവും വലിയ ശക്തിയാണ്. എന്താണ്? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന, ഏത് രാജ്യം കണ്ടില്ലെങ്കിലും കേരളം കാണണം എന്ന് പറയുന്ന ഒരു തലമുറ പുറത്തുനിന്ന് വളർന്നു വരുന്നു. അവർ കേരളത്തെ കുറിച്ചിട്ട് നല്ല വാക്കിടുന്നു. ഹെൽത്ത് സെക്ടറിൽ കോവിഡ് മുതൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ലോകം മുഴുവനും പ്രശസ്തമാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളെ ഏറ്റവും അടുത്ത ഇൻഡെക്സ് വന്നത് എന്താന്ന് വെച്ചാൽ ഈ ചൈൽഡ് മോർട്ടാലിറ്റിയിൽ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അമേരിക്കയെക്കാളും മുന്നിലാണ് നമ്മൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് സംവിധാനത്തിന്റെ ആ ശക്തിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഹെൽത്ത്, എൻവയോൺമെന്റ്, ഏറ്റവും AQI, അതായത് എയർ ക്വാളിറ്റി ഏറ്റവും നന്നായിട്ട് ഉള്ള സ്ഥലം എന്ന് പറയുന്നതും കേരളമാണ്. ഇപ്പൊ നമ്മൾ ഡൽഹിയിലെ കഥ നമ്മൾ ഡെയിലി മറ്റേ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഫ്രഷ് എയറോ അല്ലെങ്കിൽ അവരൊരു ഒരു 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 മനസ്സമാധാനത്തിനോ അവർ കുറച്ച് ദിവസം ഈ എന്താ പറയുക എൻജോയ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രകൃതി ഭംഗി, നമ്മുടെ ഈ എയർ ക്വാളിറ്റി, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ മുന്നേറ്റം, നമ്മുടെ ആളുകളുടെ ജീവിത ശൈലിയിലുള്ള ഉയർച്ച, ശുചിത്വം, ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ മുന്നിലാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ യൂത്തിൻ്റെ നമ്മളെ ആ ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു സെമിനാറിൽ, IT ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ഒരു ഡാറ്റ പറയുന്നത് IT വർക്ക് ചെയ്യുന്ന 20% ആളുകൾ മലയാളികളാണ്. അതായത് ലോകത്തിലെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചാൽ, ഇന്ത്യയിലെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും കൂടെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യക്കാരിൽ 20% കേരളത്തിന്റെ ഷെയറാണ്. നമ്മളെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ 3 ആണ് നമ്മൾ. അപ്പോൾ അതിനേക്കാളും വലിയ ഷെയർ നമുക്ക് ഈ രംഗത്ത് നമുക്കുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഇന്റലക്ച്വൽ സ്കില്ല് അപ്പോൾ അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കിനി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പല പല ഏരിയകളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഹൈടെക് മാനുഫാക്ചറിങ്, മെഡിക്കൽ ഡിവൈസസ്, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബയോടെക്നോളജി, അപ്പം അങ്ങനെ ഒരുപാട് മേഖലകൾ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതേപോലെ തന്നെ ഒരു കൊരട്ടിയിൽ വലിയൊരു സ്ഥാപനം, അതായത് അവിടുന്ന് ജനിച്ച് അവിടെ ജീവിച്ച് അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് എടുത്തു, പുറത്തുപോയി പഠിച്ചു, അവിടെ തന്നെ ഒരു സ്ഥാപനം സ്ഥാപിച്ചു. അദ്ദേഹം ഒരു 1000 കോടി ടേൺ ഓവറിലേക്ക് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെയുള്ള പഠിച്ച്, അതായത് അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് എന്നൊരു 5 വർഷത്തിന് അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 1000 MSc അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഗ്രാജുവേഷൻ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും PhD എടുത്തിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതെല്ലാം പഠിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് പകരം നമ്മൾ ഇവിടെ തന്നെ ആ ജോലി കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിനൊരുപാട് കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ESG പോളിസി, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ESG പോളിസി ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ആ ഡിക്ലെയർ ചെയ്തതോട് കൂടിയിട്ട് കേരളം പ്രത്യേകിച്ച് നോട്ട് ചെയ്യപ്പെടും. കാരണം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കേരളത്തിന്റെ ഗോഡ്സ് ഓൺ കൺട്രീൻ്റെ ഒപ്പം തന്നെ നമ്മളെ കേരളത്തിന്റെ ഭൂപ്രകൃതിയോടൊപ്പം തന്നെ ESG പോളിസിയും കൂടെ നമ്മളെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ലോകം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ഇവിടെ ഉള്ള വ്യവസായത്തിനെ മുഴുവനും ESG കംപ്ലൈന്റ് ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആക്കി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലോകത്തിലെ ഏത് രാജ്യത്തെ ഒരു പർച്ചേസറും എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് നോക്കാൻ പറ്റും. ആ ശ്രദ്ധ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു പണി നമ്മൾ തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളം തന്നെ ഒരു ബ്രാൻഡായി, കേരളം തന്നെ, അതായത് ESG കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ഇവിടുന്ന് എന്തുണ്ടാക്കിയാലും ESG കംപ്ലൈന്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ചില ലക്ഷ്യങ്ങളുണ്ട്, അതായത് UN പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അവരുടെ ഇൻപുട്ട് ESG കംപ്ലൈന്റ് ആയിട്ടുള്ള യൂണിറ്റിൽ നിന്ന് മേടിക്കണം.
ഇപ്പോൾ ഉദാഹരണത്തിന് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും അവർ ഇങ്ങനെയുള്ള യൂണിറ്റുകളിൽ നിന്ന് മേടിക്കുമ്പോഴേ അവർക്കത് പിന്നെ അവരുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെടുത്താൻ കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വലിയ ഒരു മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യപ്പെടും. നേരത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്ത ഗ്രഫീൻ പോളിസി, അത് പുതിയ സംരംഭമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളുണ്ട് എന്ന് കണ്ട് നമ്മൾ ഓൾറെഡി അതിന്റെ പോളിസി പടുത്ത് പാസ്സാക്കി നേരത്തെ തന്നെ ഒരു യൂണിറ്റ് ഇവിടെ നമ്മൾ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ കറന്റ് അതിന്റെ ഒരു ബിസിനസ് 9,000 കോടിയാണെങ്കിൽ അത് ഏകദേശം പിന്നെ ഒരു 3 മടങ്ങാണ് അടുത്ത കുറച്ച് കൊല്ലങ്ങൾ കൊണ്ട് തന്നെ വരുന്നത്. അത് ഒരു പിന്നെ പ്രൊജക്ഷൻ പറയുന്നത് ഏകദേശം അത് 45 മടങ്ങ് കൂടുന്ന പറയുന്നത്. അതായത് ഒരു 2,90,000 അങ്ങനെ എന്തോ ഒരു ഫിഗറിലേക്ക്, കോടീന്റെ ഫിഗറിലേക്ക് ഇതിന്റെ മാർക്കറ്റ് എത്തും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേരളത്തിലേക്ക് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 10,000 കോടിയാണ്. ESG പോളിസിയുമായി ബന്ധപ്പെട്ട് വലിയ തോന്നുന്നു. നമ്മൾ ഇത് ഫ്ലോട്ടിംഗ് സോളാർ പോളിസി മറ്റൊരു മേഖലയാണ്. കാരണം നമ്മളെ ഒരുപാട് വയൽ, നമ്മുടെ ഈ കായൽ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് വാട്ടറുകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, ഏകദേശം പിന്നെ 1,000 കോടിന്റെ മേലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളെ ഇപ്പൊ ഏറ്റവും ഇന്നലെ നമ്മുടെ IT പോളിസി, അപ്പൊ മിക്കവാറും എല്ലാ വിഭാഗങ്ങളെയും കവർ ചെയ്യുന്ന ഒരു മേഖലകളാണ് ഇതുവരെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള കുറെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും, ഇപ്പൊ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെയാണോ ഇങ്ങനത്തെയുള്ള ഇൻഡസ്ട്രി, ഇപ്പം നമ്മൾ GCCs ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റർ നമ്മളെ മറ്റൊരു ലക്ഷ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം സ്വാഭാവികമായിട്ടും അതിന്റെ ആൻസിലറി, ഇപ്പൊ ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികം ഇതൊക്കെ നമ്മൾ ഇവിടെ മാനുഫാക്ചറിങ്, ഹൈടെക് മാനുഫാക്ചറിങ്ങിലേക്കും ഈ ബയോടെക്നോളജി, ഈ ഹെൽത്ത് എക്യുപ്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ബ്ലൂ കോളർ ജോബിൽ നിന്ന് മാറി മറ്റൊരു വിഭാഗത്തിനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. ഇതിലെന്താ വ്യത്യാസം? ഒരു ഹൈലി പെയ്ഡ് ജോബ് എന്ന് പറയുന്ന സമയത്ത് ഒരു ജോലിൻ്റെ ഒപ്പം ഏകദേശം 5 പേർക്കും കൂടെയാണ് അതിൻ്റെ ഒരു നമ്മളൊരു വേൾഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 5 പേർക്കും കൂടെ അതിൻ്റെ ആനുപാതികമായിട്ട് ജോലി കിട്ടുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരു 15,000 20,000 എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ചെലവുമായിട്ട് കഴിഞ്ഞു പോകും. പക്ഷേ നമ്മളൊരു IT മേഖലയിലോ മറ്റു മേഖലകളിലോ വർക്ക് ചെയ്യുന്നപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്. 1 ലക്ഷം രൂപ അല്ല 50,000 രൂപ സാലറി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വീട്ടിലേക്ക് ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ ആ വീട്ടിലേക്ക്. അപ്പോൾ അവർ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു ഡ്രൈവറെ വേണ്ടി വരും, അവർക്കൊരു ഹൗസ് മെയ്ഡിന് വേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ വേണ്ടി വരും. സ്വിഗ്ഗിക്കാരനും സൊമാറ്റോക്കാരനും ഇത് കിട്ടും, ഊബറിന് ചിലപ്പം ഇത് കിട്ടും. അപ്പം മൾട്ടിപ്പിളറായിട്ട് ഇത് വർക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഒരു ജോലി വരുന്നെങ്കിൽ അത് ഒന്നിൽ നിൽക്കുന്നില്ല, അതിന് മറ്റൊരു മൾട്ടിപ്ലൈ ആയിട്ട് അതിന് അനുബന്ധമായിട്ട് മറ്റു ജോലികളിൽ കൂടെ വരണം. അപ്പം അങ്ങനെയുള്ള ജോലികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വലിയ ജോലി വരും. അതിനോടനുബന്ധിച്ച് നമ്മൾ കേരള ഗവൺമെന്റ് തന്നെ 2-3 മിഷൻസ് പുറപ്പെടുവിച്ചത്. മിഷൻ 1000 നമ്മൾ ഇയർ ഓഫ് എന്റർപ്രൈസസ് നടത്തി, സംരംഭ വർഷം. നമ്മൾ ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങി. പക്ഷെ ഇനി ആ സ്ഥാപനങ്ങളെ ഗ്രോ ചെയ്യിപ്പിക്കുക എന്നുള്ള, അതായത് ഇപ്പം 1 ലക്ഷം യൂണിറ്റുകളെ 1 കോടി രൂപ ടേൺ ഓവറിലേക്ക് മാറ്റുക എന്നുള്ള ഒരു സംവിധാനം ഗവൺമെന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ടാർഗറ്റഡ് ആയിട്ട് അതേപോലെ മിഷൻ 1000 എന്ന് പറയുന്നത്, അതായത് 1000 യൂണിറ്റുകളെ 100 കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കുക. അപ്പൊ ഈ 2 സംരംഭങ്ങളും വരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ജോലി അവിടെ തന്നെ അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള 13% കൂടാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം അങ്ങനെ ഉണ്ടാകുന്ന ജോലികളുടെ അനുബന്ധമായി നേരത്തെ പറഞ്ഞമായിട്ടുള്ള, അതായത് ഈ ജോലികളിൽ നമ്മൾ ഈ ഒരു ജോലികളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പോൾ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഒരു ഇൻക്രീസ്ഡ് റെമ്യൂണറേഷൻ വരുന്നു. അതേപോലെ തന്നെ അതിനെ മറ്റു ജോലികളിലേക്ക്, അപ്പൊ നമ്മൾ എല്ലാ വിഭാഗവും അവിടെ കവർ ചെയ്തു. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതിൽ സാധാരണക്കാർക്ക് ജോലി ഇല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ പൊതുവെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമുക്കറിയാം അങ്ങനെയുള്ള ജോലിക്ക് ഇപ്പൊ ആള് കിട്ടുന്നില്ല, ആള് കുറവാണ്. അപ്പൊ നമ്മളെ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ മറ്റൊരു വിഭാഗത്തിലാണ്. ആ ഫോക്കസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെയാണ് നമുക്ക് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പുതിയ സംരംഭങ്ങൾ, ഗ്രീൻ ഹൈഡ്രജൻ പോളിസിന്റെ വർക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ വരുന്നുണ്ട്. പിന്നെ അതേമാതിരി റിന്യൂവബിൾ നമ്മളെ വിൻമിൽ എനർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വലിയ ഒരു സാധ്യത നമുക്കുണ്ട്. അതിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ
നമ്മളൊരു അടുത്ത ലെവലിലേക്ക് കുതിക്കാനുള്ള ഇപ്പം നമ്മൾ നേരത്തെ ഒരു നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു കാര്യം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. 5 കൊല്ലം അല്ലെങ്കിൽ ചെറിയ പീരീഡ് കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിച്ചു. അതായത് നമ്മൾ സ്ട്രക്ചറലി സ്ട്രോങ് ആണ്, അതിൽ നമുക്കിനി വേറെ ഡൗട്ടൊന്നുമില്ല. പക്ഷെ അപ്പൊ അതിന്റെ മുകളിൽ നമുക്കിനി എന്ത് ചേഞ്ച് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് പായി. അപ്പൊ ഇനി അടുത്തത് എന്താണ്, നമുക്ക് ഈ മാനുഫാക്ചറിങ് എന്നുള്ളത് കൂട്ടുക എന്നുള്ളത്. അപ്പൊ ഈ അടുത്ത 5 വർഷം കൊണ്ട് 6 മുതൽ 8% വരെ ഇത് കൂട്ടുക എന്ന് പറയുന്ന ഒരു എയിമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. കാരണം സാധാരണഗതിയിൽ ഈ 8% എന്ന് പറയുന്നത് വളരെ വലിയൊരു അഗ്രസീവ് ടാർഗറ്റാണ്. പക്ഷെ ചില രാജ്യങ്ങൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, MSMEനെ ഈ സ്കെയിലപ്പ് ചെയ്തിട്ടാണ് ജർമ്മനി വളർന്നത്. അതേപോലെ ഈ മാനുഫാക്ചറിങ്ങിലെ നമ്മൾ ഇത് പെട്ടെന്ന് അഗ്രഷൻ കൊണ്ടുവന്നിട്ടാണ് വിയറ്റ്നാം വളർന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നമുക്ക് എന്താ പറയാ ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതിൽ പറ്റുന്ന നമുക്ക് കേരളത്തിന് പറ്റുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അതിൽ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് തൊഴിലിന് വേണ്ടി പുറത്തേക്ക് പോകുന്ന ആളുകൾ മുഴുവനും പുറത്തുനിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. ഇപ്പൊ നമുക്ക് ഓൾറെഡി തുടങ്ങി. കഴിഞ്ഞ ദിവസം നമ്മള് പിന്നെ ഇൻവെസ്റ്റ് കേരളയിൽ പിന്നെ ലിങ്ക്ഡിന്റെ അവരെ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് 40,000 ആളുകൾ ഓൾറെഡി പ്രൊഫൈൽ മാറ്റിയെന്നുള്ളത്. അതായത് വിദേശത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മാറ്റിയെന്നുള്ളത്. അപ്പൊ അതൊരു വലിയ ചേഞ്ചാണ്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മളെ കേരളത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇവിടെ ചെറുപ്പക്കാർ നിൽക്കുന്നില്ല, അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളതോ അല്ലെ അതിന്റെ പെർസെന്റേജ് എത്രയെന്നുള്ളത് നമ്മൾ പിന്നെ ഇപ്പോഴും ഡിബേറ്റബിൾ ആണ്. കാരണം കേരളം അതിന്റെ ലിസ്റ്റിൽ വളരെ താഴെയാണ്. നമ്മളിപ്പം പോകുന്ന ആളുകളിൽ ഇപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മൾ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ പൊതുവെ ഒരു നെറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലായിരുന്നു നിൽക്കുന്നത്, നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ വസ്തുത ഉണ്ട്. പക്ഷെ അത്രത്തോളം ഭീകരാണോ എന്ന് ചോദിച്ചാൽ മറ്റുള്ള സംസ്ഥാനത്തിന്റെ അത്ര പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ പോകുന്നവരായിട്ട് കുറെ കൂടി ഉന്നത വിദ്യാഭ്യാസം നേടി ഉയർന്ന ജോലിയിലേക്കാണ് പോകുന്നത്. മറ്റേ നമ്മളിപ്പോ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കേരളത്തിലേക്ക് വരുന്നത് ബ്ലൂ കോളർ ജോലിക്കാണ്. അപ്പൊ നമ്മളിപ്പം കുറ്റം പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഇത് പിന്നെ ഇത് അപ്പൊ അതെന്താ വെച്ചാൽ അതൊരു ഫ്ലോ ആണ്. നമ്മൾ വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് താഴെ സ്ഥലത്തേക്ക് ഒഴുകുള്ളൂ, തിരിച്ചൊഴുകൂല. അപ്പൊ അത് നമ്മൾ ആ ഒരു സിദ്ധാന്തം എല്ലാത്തിലും അപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മളിവിടെ ഹയർ പെയ്ഡ് ജോലി ആകുമ്പോഴേ തിരിച്ച് ഇങ്ങോട്ട് ഒഴുക്ക് വരുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പുറത്തുനിന്ന ആളുകൾ വരുന്ന എണ്ണം കൂടി. നേരത്തെ അതുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളാളുകൾ പുറത്ത് പോകുന്നുണ്ട്. പക്ഷെ അതിലും പിന്നെ എന്താ പറയാ, നേരത്തെ ഇപ്പം ചിലർക്കുണ്ട് അത് പുറത്ത് പോയി പഠിച്ചാൽ അതിനുള്ള വ്യത്യാസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കി പോകുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മളിപ്പം കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരോ പോകും, ചെന്നൈയിലോ പോകും. അതായിരുന്നു അന്നത്തെ ഒരു ഫാഷൻ. അല്ലെങ്കിൽ അവിടെ പോയി പഠിച്ചാൽ അതിനൊരു ഗുണം ഉണ്ടാവും എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ആസ്പിറേഷനാണ്, അതായത് യൂത്തിനുള്ള ഒരു ആസ്പിറേഷൻ, എനിക്ക് ഒന്നും കൂടി നന്നാവണം, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച. അതൊന്ന് മാറി ഇന്ന് വിദേശത്തേക്കായി മാറി. അപ്പൊ അത് UK, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങൾ, അതിന് റിക്രൂട്ടിംഗ് ഏജൻസി വരെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളൊരു മെറിറ്റ് അടിസ്ഥാനത്തിലാണെന്ന് നോക്കിയാൽ ചിലപ്പോൾ അല്ല. അപ്പൊ അതിന്റെ വലിയ മാറ്റമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പോൾ കേരളത്തിലേക്ക് ഇതേപോലെ ആളുകൾ വരുന്നൊരു സാഹചര്യം എത്തി. അപ്പൊ ആ എത്തിയതിനെ നമ്മൾ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും നമുക്കും ഈ മാൻ പവറോ അല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്കും എത്താൻ പറ്റും. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ഗവൺമെൻറ്റിൻ്റെ നിലപാടും ഉദ്യോഗസ്ഥരുടെ സമീപനവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നാടിൻ്റെ ഐക്യവും ഒരുമയും എന്നുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ കേരളം അക്കാര്യത്തിൽ വളരെ വേറിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ ഐക്യത്തെയും ഒരുമയും കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിന് പോയാൽ ധൈര്യപൂർവ്വം പേര് പറയാൻ പറ്റുന്ന ഒരു സംസ്ഥാനം എന്ന് കേരളം മാത്രമേ ഉള്ളൂ. കേരളം അല്ലെങ്കിൽ മറ്റു ചില സൗത്ത് സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ ഐഡന്റിറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു പിന്നെ എന്താ പറയുക, ഒരു കംഫർട്ട് കുറയും എന്നുള്ളത് നമുക്ക് നേരിട്ട് അനുഭവമാണ്. അതായത് ചില സ്ഥലങ്ങളിൽ വീട് പോലും അല്ലെങ്കിൽ വാടകയ്ക്ക് കിട്ടാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പിന്നെ എന്താ പറയുക ഹൈയിലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയുക വ്യത്യാസവും ഇല്ലാതെ ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഓണക്കാലത്താണെങ്കിൽ ഓണം ആഘോഷിക്കുന്ന തൊട്ട അടുത്ത വീട്ടിലേക്ക് പായസം കൊടുത്തയക്കുന്നില്ല, സദ്യ കൊടുത്തയക്കുന്നു. തിരിച്ച് ഇപ്പം നോമ്പുകാലമായി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് നോമ്പിൻ്റെ തുറ വിഭവങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പം നമ്മളെ
പറ്റിയിട്ടുള്ള ഈ നമ്മുടെ ഇപ്പം ഈ പ്രളയകാലത്തും അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്തും അല്ലെങ്കിൽ മറ്റിപ്പോൾ വയനാട് നമ്മളെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തൊക്കെ അവിടെ ഈ ഒരു ചിന്തയെ ആർക്കും ഉണ്ടായിരുന്നില്ല. അത് ചില എന്താ പറയുക ശക്തികൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ ആ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉയർന്ന വിദ്യാഭ്യാസ അറിവ് തന്നെ നമ്മളെ ഇതിന്ന് വേർതിരിച്ച് നിർത്തുന്നുണ്ട്. കാരണം അതിലൊന്നും വീഴാതെ നമ്മളെ ഒരു സമൂഹം കേരളം അതൊരു വ്യത്യസ്തമാണ് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പുറത്ത് കാണിച്ചു. അത് പിന്നെ ഒരുപാട് പേര് അത് അംഗീകരിക്കുന്നുണ്ട് പുറത്ത് തന്നെ. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ വന്ന് നോക്കുമ്പോൾ നമ്മളിവിടുത്തെ ആ ഒരു പിന്നെ ഐക്യം, കാരണം ഇവിടെ നമ്മളൊരു ആളുകൾ വന്നു കഴിഞ്ഞാൽ അവൻ ഏത് സ്ട്രാറ്റയിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ ഏത് വിഭാഗമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വിസിബിൾ ആണ്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഇനി പുറത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പോലെങ്കിലും നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊണ്ട് നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. കാരണം പലരും അത് എന്താ പറയുക അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ പല ഡിസ്കഷനിലും ഇത് പറയുന്ന സമയത്ത് കേരളത്തിന്റെ അത്രത്തോളം പിന്നെ എന്താ പറയുക ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ക്രമസമാധാനം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഒരു ഇതും. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മരണം ഉണ്ടായപ്പോൾ മോർച്ചറിയിൽ ഒരു പോലീസുകാരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ കോഴിക്കോട് അപ്പോൾ അവര് മറ്റൊരു സംസ്ഥാനത്ത് പോയ കഥ പറഞ്ഞു. അവിടെ നിന്നൊന്നും മരിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് അവര് അഭിപ്രായപ്പെട്ടത്. അപ്പൊ അത്രയും സ്ഥിതി ദയനീയാണ് അവിടുത്തെ സംവിധാനങ്ങൾ എന്ന് നമുക്കത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വലിയ ഒരു ചേഞ്ചാണ് നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചുള്ളത്. പക്ഷെ എല്ലാം മാറിയെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടത്. കാരണം മനുഷ്യരാണ്. നമുക്ക് ചില എന്താ പറയുക പ്രാക്ടീസുകൾ നമ്മൾ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിലപ്പം പല രൂപത്തിലുള്ള ന്യൂസുകൾ കേൾക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഒരു നമുക്ക് വളരെ സമാധാനപരമായിട്ട് പോകാവുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ളത് കേരളം. കേരളത്തെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു മുന്നണി തുടർച്ചയായി ഭരിക്കുക എന്നുള്ളത് അത്ര പരിചയമുള്ള ഒരു കാര്യമല്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് തുടർച്ചയായിട്ട് ഭരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കാലത്ത് അസാധ്യമെന്ന് തോന്നിയ വലിയ പ്രോജക്റ്റുകളെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിലിപ്പോൾ ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പോർട്ട്, ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ഈ വളർച്ച തുടരണം എന്നാണ് പൊതുവിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അതേസമയം തുടർഭരണം വേണ്ട, തുടർഭരണം ഉണ്ടാവുന്നത് നെഗറ്റീവ് ആവും എന്നുള്ള തരത്തിലുള്ള ചില വാദങ്ങളുമുണ്ട്. ഈ 2 വാദങ്ങൾക്കിടയിൽ സാർ എവിടെയാണ് നിൽക്കുന്നത്? സാറിൻ്റെ ഒരു അഭിപ്രായം ഈ കാര്യത്തിലുള്ളത് എന്താണ്? ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് എപ്പോഴും കണ്ടിന്യൂറ്റി ഇൻ പോളിസി എന്നുള്ളത് വളരെ പ്രധാനം. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5 കൊല്ലത്തേക്കോ 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ അല്ല. നമ്മൾ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പോളിസി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള പോളിസി വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഏതൊരു ഇൻവെസ്റ്ററും ആഗ്രഹിക്കുന്ന കാര്യം. അപ്പം നമ്മൾ പല ബിസിനസ്സുകാരും പറഞ്ഞത് നമ്മളിപ്പോൾ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത് നമ്മൾ ആദ്യത്തേതിൻ്റെ തുടർച്ച രണ്ടാമത് വന്നതുകൊണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ അത് ഒരു ഭാഗമുണ്ട്. അതായത് നമ്മൾ താഴ്ത്തു പോയി നമ്മൾ ഈ ഒരു മാറ്റങ്ങളും കൂടി പിടിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മേലേക്ക് വലിയൊരു ജമ്പ് നടത്താൻ സാധിച്ചത്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റിയാണ് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ പല പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ നാഷണൽ ഹൈവേ നമ്മൾ ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം പല ഹൈവേകളും ബൈപ്പാസുകളും നമുക്കറിയാം വർഷങ്ങൾ 20-30 വർഷം എടുത്തിട്ടാണ് നമ്മൾ തീർത്തത്. പക്ഷെ നമുക്ക് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഒരുപാട് എന്താ പറയുക നമ്മൾ കഴിഞ്ഞ ഒരു 20-25 കൊല്ലം നടക്കേണ്ട വികസനങ്ങൾ നടന്നു എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. അതിൽ മിസ്സിംഗ് ആയി കിടക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഈ ഹൈസ്പീഡ് അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഈ അസോസിയേഷൻ മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ സമയത്ത് അത് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കപ്പെടും എന്ന് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് തുടർച്ച ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വരാത്ത ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അത്
ഈ ഒരു കണ്ടിന്യൂറ്റി തീർച്ചയായിട്ടും ഇതിൻ്റെ എന്താ പറയുക ഒരു പോളിസി കണ്ടിന്യൂറ്റിക്ക് വരും. അപ്പോൾ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഈ പിന്നെ ചിലർ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ കുഴപ്പം സംഭവിക്കും, അതൊക്കെ ഒരു എന്താ പറയുക നമ്മളൊരു നെറേറ്റീവ്സ് ആണ്. കാരണം അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് അടുത്ത ദിവസം ജനങ്ങളിലേക്ക് എത്താനുള്ള സംവിധാനം എന്നുണ്ട്. അപ്പം ഇന്ന് നേരത്തെ ഉള്ള പോലെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമ്പോഴും ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ആർക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ബാക്കിയൊക്കെ നമ്മളിപ്പം പിന്നെ കുറെ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളാവാം. അപ്പം അതിലേക്ക് നമ്മൾ തല കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താണോ വസ്തുത കഴിഞ്ഞ 5 വർഷം കൊണ്ട് തുടർന്നത് കൊണ്ട് ഗുണമുണ്ടായി തീർച്ചയായിട്ടും. കാരണം വലിയ മാറ്റം, കാരണം അന്ന് കുറെ തുടങ്ങി ഇത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇത് തുടങ്ങി വെച്ച കുറേ എണ്ണം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തുടർച്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. റസാഖ് സാറിനെ പോലുള്ള ഒരാളുടെ തിരക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തിരക്കിനിടയിലും നമ്മളോടൊത്ത് സമയം ചെലവഴിച്ചതിലും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിലും വലിയ സന്തോഷം. നന്ദി. താങ്ക് യു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക നഷ്ടം എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ കേരളത്തിനെ കുറിച്ചിട്ട് നമ്മൾ വേറെ വേദികളില്ല നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ, കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ഗുണഫലം അനുഭവിക്കുന്ന ആളുകളെ കൂടിയാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി, നമസ്കാരം. അപ്പോൾ നന്മകൾ തുടരട്ടെ. താങ്ക് യു.